أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. صدق الله العلي العظيم. സൂറ നിസാഇൻ്റെ പഠനമാണ് നമ്മൾ ആരംഭിക്കുന്നത്. കഴിഞ്ഞ രണ്ട് സൂറകളും സൂറ അൽ ബഖറയും ആലു ഇമ്രാനും അതിന് സവിശേഷമായ പേരുകളുള്ളതോടൊപ്പം കോമൺ ആയിട്ട് അലിഫ്ലാമിയും സൂറകൾ എന്നതിനെ വിളിച്ചിരുന്നു. അത് തമ്മിൽ ഒരുപാട് സാമ്യതകൾ, ആ രണ്ട് സൂറകളും തമ്മിൽ സാമ്യതകളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ടാണ് അസ്സഹ്റാവാൻ എന്ന് അത് രണ്ടിനെയും ചേർത്ത് വിളിച്ചത്. അതുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ സൂറ നിസാ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു സൂറയാണ്. അതിന് ഹുറൂഫുൽ മുഖത്താത്തിലെ ഏതെങ്കിലും ഒരു പേര് കോമൺ ആയിട്ടില്ല. നിസാ എന്ന് തന്നെയാണ് സൂറയുടെ പേര്. സ്ത്രീകളുമായി ബന്ധപ്പെട്ടും യത്തീമുകളുമായി ബന്ധപ്പെട്ടും കുറേ കാര്യങ്ങൾ ഈ സൂറ പറയുന്നുണ്ട്. മദീനയിൽ തുടക്കകാലത്ത് തന്നെ ഇറങ്ങിയ ഒരു സൂറയിൽപ്പെട്ടതാണ്. സ്ത്രീകളെക്കുറിച്ചും യത്തീമുകളെക്കുറിച്ചും അതിനുശേഷം മുനാഫിക്കുകളുടെ സ്വാധീനത്തെക്കുറിച്ച്, മുനാഫിക്കുകളുടെ കുറേ വർത്തമാനങ്ങൾ ഈ സൂറയിൽ വരുന്നുണ്ട്. അതോടൊപ്പം ഏറ്റവും നല്ല ഒരു ഫെയർ ഡീലിംഗ്, സമൂഹത്തിലെ ഓരോ കാര്യത്തിലും ഒരു ഫെയർ ഡീലിംഗ് ഉണ്ടാകേണ്ട കാര്യവും ഈ സൂറ കോമൺ ആയിട്ട് പറയുന്നുണ്ട്. ഓരോരോ വിഷയങ്ങൾ നമുക്ക് അതിൻ്റെ സമയത്ത് വിശദീകരിക്കാം. സൂറയുടെ ആമുഖമായിട്ട് അള്ളാഹു പറയുന്നത്, യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, ഇത്തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ, ഒരൊറ്റ നഫ്സിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ റബ്ബിന് തഖ്വയുള്ളവരാകും. ഒരൊറ്റ നഫ്സിൽ നിന്ന്, അവിടെയുള്ള മിന്നിന് രണ്ട് രീതിയിൽ അർത്ഥം പറയാം. ഒരൊറ്റ നഫ്സ് കൊണ്ട് എന്നും പറയാം, ഒരൊറ്റ നഫ്സിൽ നിന്ന് എന്നും പറയാം. മഹാഭൂരിപക്ഷം മുഫസ്സിറുകളും ഒരൊറ്റ നഫ്സിൽ നിന്ന് തബ്ഈലിൻ്റെ മിന്നായിട്ടാണ് ആ മിന്നിനെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഒരൊറ്റ നഫ്സിൽ നിന്ന് സൃഷ്ടിച്ച നിങ്ങളുടെ റബ്ബ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട്, നിങ്ങളൊക്കെ ഒരൊറ്റ ആണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിക്കപ്പെട്ടത്. ഇന്നാ ഖലഖ്നാകും മിൻ ദക്കരിൻ വ ഉൻസ, ഒരൊറ്റ ആണിൽ നിന്നും പെണ്ണിൽ നിന്നും നിങ്ങളെ നാം സൃഷ്ടിച്ചു എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നു, ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളിൽ ഏറ്റവും തഖ്വയുള്ളവരാണ് ഏറ്റവും ഉത്തമർ. തഖ്വയാണ് നിങ്ങളുടെ വലുപ്പത്തിൻ്റെ മാനദണ്ഡം എന്ന് വ്യക്തമാക്കുന്നുണ്ട്. ഇവിടെയും അള്ളാഹു പറയുന്നത്, നിങ്ങൾ തഖ്വയുള്ളവരാകൂ റബ്ബിന്. അല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ, ഒരൊറ്റ നഫ്സിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ച റബ്ബിന് തഖ്വയുള്ളവരാകും. അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് നടത്തിയിരിക്കുന്നത് ആദ്യം ഒരു നഫ്സിനെ, ഒരു വ്യക്തിയെ ഉണ്ടാക്കുകയും ആദം എന്ന വ്യക്തിയിൽ നിന്ന് അതിൻ്റെ ഇണയെ ഉണ്ടാക്കുകയും ചെയ്തു. ഇണ ഉണ്ടാകുമ്പോഴാണ് ആണും പെണ്ണുമായിട്ട് രണ്ടുപേരും മാറുന്നത്. ഇതിനെക്കുറിച്ച് ഖുർആനിലും ഹദീസിലും വന്നതാണ്. ആദ്യം അള്ളാഹു ഒരു സൃഷ്ടിയെ, ഒരു വ്യക്തിയെ ഉണ്ടാക്കുന്നു, ആ വ്യക്തിയിൽ നിന്ന് അള്ളാഹു അതിൻ്റെ ഇണയെ ഉണ്ടാക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട് പറയുന്ന ഒരു ഹദീസ് സ്വഹീഹ് ബുഖാരിയിൽ പറയുന്നു. സ്വഹീഹ് ബുഖാരിയിൽ നമുക്ക് കാണാവുന്ന ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, സ്ത്രീകൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ഫൈനൽ മർഅത ഖുലിഖത് മിൻ ളിലഇൻ, വാരിയെല്ല് കൊണ്ടാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന്. ഇത് പറയുന്നതിൻ്റെ തുടക്കത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, ഇസ്തൗസു ബിൻ നിസാ എന്ന, സ്ത്രീകളോട് നിങ്ങൾ നല്ല രീതിയിൽ വർത്തിക്കണം. എന്നിട്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നത്, ഫഇന്നൽ മർഅത ഖുലിഖത് മിൻ ളില, സ്ത്രീകൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് വാരിയെല്ല് കൊണ്ടാണ്. വഇന്ന അഅ്വജ ഷൈഇൻ ഫിൽ ളിലഇ അഅ്ലാഉ, വാരിയെല്ലുകളുടെ കൂട്ടത്തിൽ ഏറ്റവും വളഞ്ഞിരിക്കുന്ന പോർഷൻ അതിൻ്റെ അപ്പർ പോർഷനാണ്, മേലഭാഗമാണ്. ഫൈൻ ദഹബത്ത് തുഖീമുഹു കസർത്തഹു, നീ അതിനെ നേരെയാക്കി കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോകും. ആ വാരിയല്ല് നീ നേരെയാക്കി കഴിഞ്ഞാൽ പൊട്ടിപ്പോകും. വൈൻ തറക്തഹു, നീ അതിനെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ലം യസിൽ അഅ്വജ, അത് വളഞ്ഞ് തന്നെ നിൽക്കുകയും ചെയ്യും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും ആവർത്തിച്ചു, ഫസ്തൗസു ബിൻ നിസാ, സ്ത്രീകളോട് നല്ല രീതിയിൽ വർത്തിക്കണം. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അവസാനത്തെ പ്രസംഗം, ഒരുപാട് പേര്, ആയിരക്കണക്കിന് ആളുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യമായിട്ട് കാണുന്ന സന്ദർഭത്തിൽ റസൂലിൻ്റെ അവസാന പ്രസംഗത്തിലും റസൂൽ ഊന്നി പറയുന്നത് സ്ത്രീകളോട് നല്ല രീതിയിൽ വർത്തിക്കണമെന്നാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സ്ത്രീകൾ സൃഷ്ടിക്കപ്പെട്ടത് വാരിയെല്ല് കൊണ്ടാണ് എന്ന് പറഞ്ഞതിൽ തന്നെ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള അടുപ്പത്തെ കുറിക്കുന്നുണ്ട്.
വാരിയെല്ല് മനുഷ്യൻ്റെ പ്രധാനപ്പെട്ട അവയവങ്ങളൊക്കെ സംരക്ഷിക്കുന്ന ഒരു കവചമാണ്. പരിശുദ്ധ ഖുർആനിലും സ്ത്രീയെ ഉപമിച്ചുകൊണ്ട് ഇതുപോലെയുള്ള പല ഉപമകളും വന്നിട്ടുണ്ട്. നിസാഉക്കും ഹെർസുല്ലക്കും, നിങ്ങൾക്കുള്ള കൃഷിയിടമാണ് എന്ന് സൂറ അൽ ബഖറയിൽ പറഞ്ഞതാണ്. അത് നമ്മൾ വളരെയധികം വിശദീകരിച്ചതാണ്. അത് പറയുന്ന പശ്ചാത്തലത്തിൽ സ്ത്രീ വെറും ഒരു ഭോഗവസ്തുവല്ല, വെറും ദുന്യവിയായിട്ടുള്ള ഒരു കാര്യമല്ല എന്ന് പറയുന്നിടത്ത് അള്ളാഹു പറഞ്ഞു, നിങ്ങളുടെ ഉഖ്റവിയായിട്ടുള്ള വിജയത്തിൻ്റെ മാനദണ്ഡം സ്ത്രീയാണ്. നിങ്ങൾ ആഖിറത്തിൽ വിജയിക്കണമെങ്കിൽ ദുനിയാവിലെ കൃഷിയിടത്തിൽ നല്ല രീതിയിൽ കൃഷി ചെയ്ത് നല്ല ഫലങ്ങൾ കൊയ്യണം. നിസാഉക്കും ഹെർസുല്ലക്കും, ഇത് പറഞ്ഞിട്ടാണ് അള്ളാഹു പറഞ്ഞത് ഫഅ്തു ഹെർസക്കും അന്നാശിഅത്തും. എന്താണ് ആ പ്രയോഗം, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഇക്കാര്യങ്ങളൊക്കെ നമ്മൾ വിശദീകരിച്ചതാണ്. അത് കഴിഞ്ഞിട്ട് അള്ളാഹു പറഞ്ഞു അഖദ്ദിമൂ ലി അൻഫുസിക്കും, നാളേക്ക് വേണ്ടി നിങ്ങൾ തയ്യാറായിക്കൊള്ളണം, നിങ്ങൾ നല്ല വിഭവങ്ങൾ ഒരുക്കിക്കൊള്ളണം. വത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിന് തഖ്വയുള്ളവരാകണം എന്നൊക്കെ സൂറ ബഖറയിൽ പറഞ്ഞാണ്. അവിടെ അള്ളാഹു നിസാഇനെ, സ്ത്രീകളെ ഉപമിച്ചത് ഹെർസുല്ലക്കും എന്നാണ്, നിങ്ങളുടെ കൃഷിയിടമാണ്. ഇതേപോലെ തന്നെ നോമ്പിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞു ഹുന്ന ലിബാസുല്ലക്കും, സ്ത്രീകൾ നിങ്ങളുടെ വസ്ത്രമാണ്. വ അന്തുൻ ലിബാസുൻ ലഹുന്ന, നിങ്ങൾ അവരുടെയും വസ്ത്രമാണ്. ഇത്തരത്തിലുള്ള ഉപമകൾ ഖുർആനിലും കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വാരിയെല്ല് കൊണ്ടാണ് ഉണ്ടാക്കിയത്. വാരിയെല്ലിൻ്റെ ഏറ്റവും അപ്പർ പോർഷൻ മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അതിനെക്കുറിച്ച് റസൂല് പറഞ്ഞു അത് വളഞ്ഞിട്ടാണ്, വളഞ്ഞതിനെ നിങ്ങൾ നിവർത്തിക്കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോകുമെന്ന് പറഞ്ഞു. സ്ത്രീകളോട് എങ്ങനെയാണ് വർത്തിക്കേണ്ടത് എന്ന് റസൂല് പറഞ്ഞു തരികയാണ്. ഈ സൂറയും സ്ത്രീകളോട് നല്ല രീതിയിൽ വർത്തിക്കാനും യതീമുകളോട് നല്ല രീതിയിൽ വർത്തിക്കാനുമാണ് ഈ സൂറ പറയുന്നത്. അതുകൊണ്ടാണ് ആമുഖമായിട്ട് അള്ളാഹു പറയുന്നത് ഒരൊറ്റ നഫ്സിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ച റബ്ബിന് നിങ്ങൾ തഖ്വയുള്ളവരാകണം. എന്നിട്ട് ആ നഫ്സിൽ നിന്ന് അള്ളാഹു അതിൻ്റെ ഇണയുണ്ടാക്കി. ഒരൊറ്റ നഫ്സിൽ നിന്ന്, നഫ്സ് എന്ന് പറയുന്നത് ആത്മാവ് കൂടെ ഉൾക്കൊള്ളുന്ന ശരീരത്തിനാണ്. മൻ ഖതല നഫ്സൻ, ആരെങ്കിലും ഒരു നഫ്സിനെ കൊന്നാൽ എന്നൊക്കെ ഖുർആൻ പറയുന്നുണ്ട്. അതായത് ആത്മാവ് ഉൾക്കൊള്ളുന്ന ഒരു ശരീരത്തെ കുറിക്കാനാണ് ആ പദം കൂടുതൽ ഉപയോഗിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ശരീരത്തെ അള്ളാഹു ഉണ്ടാക്കി, ആ ശരീരത്തിൽ നിന്നും അതിൻ്റെ ഇണയെ ഉണ്ടാക്കി. അവർ രണ്ടുപേരിൽ നിന്നും ഒരുപാട് സ്ത്രീകളെയും പുരുഷന്മാരെയും ഉണ്ടാക്കി. മനുഷ്യരെല്ലാം ഒരൊറ്റ ആണിൽ നിന്നും പെണ്ണിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ട സഹോദരങ്ങളാണ് എന്ന് മാത്രമല്ല, ആണും പെണ്ണും തന്നെയും ഒരൊറ്റ ശരീരത്തിൻ്റെ രണ്ട് ഭാഗങ്ങളാണ് എന്ന് കൂടിയാണ് അള്ളാഹു പറയുന്നത്. പരസ്പര പൂരകങ്ങളായ കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള പെയറുകളാണ് ആണും പെണ്ണും. അത് പറഞ്ഞ ശേഷം അള്ളാഹു വത്തഖുല്ലാ എന്നാണ് പറയുന്നത്, നിങ്ങൾ അള്ളാഹുവിന് തഖ്വയുള്ളവരാകണം. ആദ്യം പറഞ്ഞത് ഇത്തഖു റബ്ബക്കും എന്നായിരുന്നു, നിങ്ങളുടെ റബ്ബിന് തഖ്വയുള്ളവരാകണം. മൊത്തം മനുഷ്യരെ അഭിസംബോധന ചെയ്തിട്ടാണ് അവിടെ സംസാരിച്ചത്. എല്ലാ മനുഷ്യരും ഒരൊറ്റ ആണിൽ നിന്നും പെണ്ണിൽ നിന്നും ഉണ്ടായവരാണ് എന്ന് പറയുമ്പോൾ അവിടെ റബ്ബിനെക്കുറിച്ച് പറഞ്ഞു. എല്ലാവരെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും എല്ലാവരെയും അതിരറ്റ് സ്നേഹിച്ച് സ്നേഹവാത്സല്യത്തോടെ വളർത്തിക്കൊണ്ടുവരുന്ന റബ്ബ്. ഇവിടെ അള്ളാഹു വിശ്വാസികളിലേക്ക് വരികയാണ്. വത്തഖുല്ലാ, നിങ്ങൾ അള്ളാഹുവിന് തഖ്വയുള്ളവരാകണം. അല്ലദീ തസാഅലൂന ബിഹി, ആര് കാരണമാണ് നിങ്ങൾ പരസ്പരം ചോദിക്കുന്നത്. പരസ്പരം ചോദിക്കുക എന്നതിനെക്കുറിച്ച് മുഫസ്സിറുകൾ പറയുന്നത്, പരസ്പരം ചോദിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ പരസ്പരം അവകാശങ്ങൾ ചോദിക്കുന്നത്, സഹായങ്ങൾ ചോദിക്കുന്നത് എന്നൊക്കെയാണ് എന്നാണ്. വിശ്വാസികളിലേക്ക് ഇറങ്ങി വന്നതുകൊണ്ട് വിശ്വാസികൾ പരസ്പരം കണക്റ്റഡ് ആയിട്ടുള്ളത് ആര് കാരണമാണ്? അള്ളാഹു കാരണമാണ്. അങ്ങനത്തെ അള്ളാഹുവിന് നിങ്ങൾ തഖ്വയുള്ളവരാകണം. അതുപോലെ വൽ അർഹാം, നിങ്ങൾ സൂക്ഷിക്കേണ്ട ഒന്ന് അർഹാമാണ്. റഹം എന്ന് പറയുന്നത് ഗർഭപാത്രത്തിനാണ്, അർഹാം അതിൻ്റെ ബഹുവചനമാണ്. ഗർഭപാത്രങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം. അതായത് രക്തബന്ധങ്ങൾക്ക് ഖുർആനിൽ ഉപയോഗിച്ച ഒരു പദപ്രയോഗമാണ്. രക്തബന്ധങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം. ഏതൊരു ഗർഭപാത്രം കാരണമാണോ അല്ലെങ്കിൽ ഗർഭപാത്രങ്ങൾ കാരണമാണോ നിങ്ങൾ സഹോദരങ്ങളായിട്ടുള്ളത്, നിങ്ങൾ ആ ബന്ധത്തെയും നിങ്ങൾ സൂക്ഷിക്കണം. ആ ബന്ധത്തിനും അതിൻ്റെ പവിത്രത കൊടുക്കണം. അവകാശങ്ങൾ ഹനിക്കരുത്, ബഹുമാനിക്കണം. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ, അള്ളാഹു നിങ്ങളെ സദാ നിരീക്ഷിക്കുകയാണ്. എപ്പോഴും നിങ്ങളെ നിരീക്ഷിക്കുക മാത്രമല്ല, നിങ്ങളെ സംരക്ഷിക്കുക, നിങ്ങളെ തെളിക്കുക, നിങ്ങളെ കൺട്രോൾ ചെയ്യുക എന്നൊക്കെ ആ വാക്കിന് അർത്ഥമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആല സദാ നിരീക്ഷിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന ബോധ്യവും അക്കാര്യത്തെക്കുറിച്ചുള്ള നിരന്തര ശ്രദ്ധയുമാണ് മുറാഖബ എന്ന് പറയുന്നത്. അള്ളാഹു റഖീബാണ് എന്ന കാര്യം നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക.
അള്ളാഹു പറയുന്നു, നിങ്ങളുടെ കാര്യം എപ്പോഴും അവൻ നിരീക്ഷിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അത് പറഞ്ഞ ശേഷമാണ് അള്ളാഹു പറയുന്നത്, വ ആത്തുൽ യത്താമ അംവാലഹും, യത്തീമുകൾക്ക് അവരുടെ ധനം നൽകുക. ധനം നൽകുക എന്ന് പറഞ്ഞാൽ അനന്തരാവകാശവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഈ സൂറയിൽ അനന്തരാവകാശവുമായി ബന്ധപ്പെട്ട കുറേ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. അനന്തരമെടുക്കുമ്പോൾ, ഒരാളുടെ ധനം അനന്തരമെടുക്കുമ്പോൾ അവരുടെ ചെറിയ കുട്ടികൾക്ക് നൽകിയിരുന്നില്ല, സ്ത്രീകൾക്ക്, പെൺകുട്ടികൾക്ക് നൽകിയിരുന്നില്ല. അതുപോലെ ഭർത്താവിൻ്റെ ധനം ഭാര്യയ്ക്ക് നൽകിയിരുന്നില്ല. ഇങ്ങനെ പരമാവധി ഒഴിവാക്കിയിരുന്ന സ്ത്രീകളെയും കുട്ടികളെയും, അതുപോലെ മാതാവത്ത സഹോദരന്മാർ, ഉമ്മബാപ്പമാർ, ഇത്തരം ആളുകൾക്കൊക്കെ ഒരു നിർണിതമായ ശതമാനം, ഒരു ഇത്ര പോർഷൻ അവർക്ക് റിസർവ്ഡ് ആണ്, അവർക്കുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സൂറയിൽ അനന്തരാവകാശ നിയമം പറയുന്നത്. അള്ളാഹു പറയുന്നത് യത്തീമുകൾക്ക് അവരുടെ ധനം നൽകണമെന്നാണ്. യത്തീമുകൾക്ക് അവകാശപ്പെട്ട ധനം അനന്തരാവകാശത്തിൽ അവർക്ക് നൽകണം. ജാബിർ ബിൻ സയ്യിദ് റളിയല്ലാഹുവിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്, നസലത്ത് ഹാദി ലായത്തു ഫില്ലദീന ലാ യുഅരിസൂന സിഗാറ മഅ വുജൂദിൽ കിബാർ ഫിൽ ജാഹിലിയ. ജാഹിലിയത്തിൽ വലിയ ആളുകളോടൊപ്പം ചെറിയ ആളുകൾക്ക് അനന്തരാവകാശം നൽകാത്ത വിഷയത്തിലാണ് ഈ ആയത്ത് അവതരിച്ചത് എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അനന്തരാവകാശവുമായി ബന്ധപ്പെട്ട വിഷയമാണിത്. ഇതുപോലെ അനന്തരാവകാശവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ജാഹിലിയ കാലത്ത് നിലനിന്നിരുന്നു. അതിനെയൊക്കെ ഖുർആൻ തിരുത്തുന്നുണ്ട്. സ്ത്രീകളെ അനന്തരമെടുത്തിരുന്നു. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞു, സ്ത്രീകളെ അനന്തരമെടുക്കരുത്. ലാ യഹില്ലു ലക്കും അൻ തരിസുൻ നിസാ കർഹ. സൂറ നിസായിലെ 19-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, നിങ്ങൾ സ്ത്രീകളെ ബലാത്കാരത്തോടെ അനന്തരമെടുക്കരുത്. ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അയാളുടെ ഭാര്യയെ മരണപ്പെട്ട അയാളുടെ സഹോദരന്മാർ അനന്തരമെടുത്തിരുന്നു. അതുപോലെ തന്നെ ഒരാളുടെ പിതാവിൻ്റെ മറ്റു ഭാര്യമാരെ കല്യാണം കഴിച്ചിരുന്നു. അതുകൊണ്ട് സൂറ നിസായിൻ്റെ 22-ാമത്തെ ആയത്തിൽ പറഞ്ഞു, വലാ തൻകിഹു മാ നകഹ ആബാഉക്കും മിന നിസാഇ ഇല്ലാ മാ ഖദ് സലഫ. നിങ്ങളുടെ പിതാക്കന്മാർ കല്യാണം കഴിച്ചവരെ നിങ്ങൾ കല്യാണം കഴിക്കരുത്, ഇല്ലാ മാ ഖദ് സലഫ, മുമ്പ് സംഭവിച്ചത് ഒഴികെ, ഇനി അങ്ങോട്ടത് ആവർത്തിക്കരുത് എന്ന് അള്ളാഹു നിർദ്ദേശിക്കുന്നുണ്ട്. ഇതുപോലെയുള്ള പല നിർദ്ദേശങ്ങളും, വിവാഹം ആരെയൊക്കെ അനുവദനീയമാണ്, ആരെയൊക്കെ അനുവദനീയമല്ല, അതുപോലെ അനന്തരാവകാശ നിയമങ്ങൾ, ഇതൊക്കെ ഈ സൂറ കൈകാര്യം ചെയ്യുകയാണ്. അള്ളാഹു പറയുന്നു, യത്തീമുകൾക്ക് അവരുടെ ധനം നിങ്ങൾ നൽകണം, അനന്തര സ്വത്തായിട്ടുള്ള ധനം നിങ്ങൾ നൽകണം. വാത്തുൽ യത്താമ അംവാലഹും വലാ തതബദ്ദലുൽ ഖബീസ ബിത്തൊയ്യിബ്. നല്ലതിനെ നിങ്ങൾ കൊടുത്തിട്ട് ചീത്തയെ നിങ്ങൾ പകരമായിട്ടെടുക്കരുത്. നല്ലതിനെ കൊടുത്തിട്ട് ചീത്തയെടുക്കരുത്. വലാ തതബദ്ദലുൽ ഖബീസ ബിത്തൊയ്യിബ്. തൊയ്യിബിന് പകരമായിട്ട് ചീത്തയെടുക്കരുത്. അതായത് യത്തീമിൻ്റെ ധനം നിങ്ങൾ കൈക്കലാക്കുന്നത് ചീത്തയാണ്, അത് നല്ലതല്ല. അതുകൊണ്ട് നല്ലതിന് പകരം നിങ്ങൾ ചീത്തയെ സെലക്ട് ചെയ്യരുതെന്നാണ് അള്ളാഹു പറയുന്നത്. ഇവിടെ നേരെ തിരിച്ചും ചില ആളുകൾ അർത്ഥം പറയാറുണ്ട്. അതായത് നല്ലതിന് പകരം നിങ്ങൾ ചീത്തയെ കൊടുക്കരുത് എന്ന്. നല്ലത് നിങ്ങൾ എടുക്കുകയും ചീത്തയെ പകരമായിട്ട് കൊടുക്കുകയും ചെയ്യരുത്. യത്തീമുകളുടെ നല്ല ധനത്തെ നിങ്ങൾ കൈക്കലാക്കുകയും പകരം നിങ്ങളുടെ ചീത്തയായതിനെ, മോശമായതിനെ അവർക്ക് കൊടുക്കുകയും ചെയ്യരുത്. ഇബ്നു അശൂർ റഹ്മത്തുള്ളാഹി പറയുന്നു, ഇവിടുത്തെ പ്രയോഗം നേരെ തിരിച്ചാണ്. നിങ്ങൾ ചീത്ത എടുക്കുകയും നന്മ ഒഴിവാക്കുകയും ചെയ്യരുത് എന്നാണ് ഇവിടെ പറയുന്നത്. കാരണം ഹബീസ് തൊയ്യിബ് എന്നൊക്കെയുള്ള പ്രയോഗം, വൽ ഹബീസ് വ തൊയ്യിബ് ഉരീദ ബിഹിമൽ വസ്ഫുൽ മഅനവി ദുനൽ ഹിസ്സി. ഇബ്നു അശൂർ റഹ്മത്തുള്ളാഹി പറയാണ്, തൊയ്യിബ് ഹബീസ് എന്നൊക്കെ ഉള്ളത് ഒരു വസ്തുവിൻ്റെ ഭൗതികമായ സവിശേഷതയോ ഗുണവിശേഷണങ്ങളോ ഒന്നുമല്ല. നല്ല ധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൗതികമായിട്ടുള്ള അതിൻ്റെ നന്മയല്ല. മോശമായ ധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൗതികമായിട്ടുള്ള ഒരർത്ഥത്തിലല്ല. ഒരു നല്ല പ്രോപ്പർട്ടി അല്ലെങ്കിൽ മോശമായ പ്രോപ്പർട്ടി എന്നൊക്കെ നമ്മൾ പറയുന്നത് ഭൗതികമായിട്ടുള്ള അതിൻ്റെ വിശേഷണങ്ങളാണ്. നല്ല വില കിട്ടുന്ന ഒരു പ്രോപ്പർട്ടി, അധികം വില കിട്ടാത്ത പ്രോപ്പർട്ടി, ഈ അർത്ഥത്തിലല്ല പറയുന്നത്. ഹബീസ് തൊയ്യിബ് എന്നൊക്കെ ഉള്ളത് തൊയ്യിബ് ഹലാലിനും ഹബീസ് എന്നുള്ളത് ഹറാമിനുമാണ് ഖുർആൻ ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഹലാല് വിട്ട് കളഞ്ഞിട്ട് ഹറാമിനെ എടുക്കരുത് എന്നതാണ് ഇവിടെ അള്ളാഹു ഉദ്ദേശിക്കുന്നത്. യത്തീമുകളുടെ ധനം നിങ്ങൾ എടുക്കുന്നത്, അവർക്ക് അനന്തരം കൊടുക്കാതിരിക്കുന്നത്, അത് ഹറാമാണ്. അങ്ങനെ നിങ്ങൾ കൈക്കലാക്കുന്ന ധനം ഹറാമാണ്. അതുകൊണ്ട് നിങ്ങൾ ഹറാമ് സ്വീകരിക്കരുത് എന്നാണ് ഈ ആയത്ത് ഉദ്ദേശിക്കുന്നത്. വലാ തൗക്കുലു അംവാലഹും ഇലാ അംവാലിക്കും.
നിങ്ങളുടെ ധനം അവരുടെ ധനത്തോടൊപ്പം ചേർത്തുകൊണ്ട് നിങ്ങൾ ഭക്ഷിക്കരുത്. ഭക്ഷിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾ അതിൻ്റെ പ്രയോജനം നിങ്ങൾ എടുക്കരുത്. ഇന്നഹു കാന ഹൂബൻ കബീർ, അത് കൊടുംപാതകമാണ്, ചെറിയ തെറ്റല്ല, അത് വൻ തെറ്റാണ്. യതീമുകളുടെ ധനം അപഹരിക്കുക, അത് നിങ്ങളുടെ ധനത്തോടൊപ്പം കൂട്ടിക്കലർത്തി നിങ്ങൾ അത് നിങ്ങളുടെ ധനത്തിൻ്റെ ഭാഗമാക്കി മാറ്റൽ കൊടുംപാതകമാണ്. വൈൻ ഹിഫ്തും അല്ല തുക്സിത്തു ഫിൽ യത്താമ, യത്തീമുകളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് നല്ല ഒരു ഡീലിംഗ്, തുക്സിത്തു നിങ്ങൾക്കൊരു ഫെയർ ഡീലിംഗ്, ഖിസ്ത് ഒരുപാട് തവണ ഈ സൂറയിൽ വന്ന ഒരു വാക്കാണ് ഖിസ്ത് എന്നുള്ള വാക്ക്. നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു ഫെയർ ഡീലിംഗ് യത്തീമുകളുടെ കാര്യത്തിൽ ചെയ്യാൻ കഴിയും എന്ന് തോന്നുന്നില്ലെങ്കിൽ, അഥവാ അങ്ങനെ ചെയ്യാൻ കഴിയുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ഭയമുണ്ടെങ്കിൽ, കഴിയില്ല എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ, നിങ്ങൾ യത്തീമുകളെ വിട്ടേക്കൂ. എന്നിട്ട് ഫങ്കിഹോ മാ ത്വാബലക്കും മിന നിസായി, മറ്റേതെങ്കിലും സ്ത്രീകളെ നിങ്ങൾ വിവാഹം ചെയ്തോളൂ. മഥ്ന വസുലാസ വറുബ, രണ്ടോ മുമ്മൂന്നോ നന്നാലോ വീതം നിങ്ങളൊക്കെ വിവാഹം ചെയ്തോളൂ. യത്തീമുകളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് നീതി പുലർത്താൻ കഴിയും എന്ന് തോന്നുന്നില്ലെങ്കിൽ, അക്കാര്യത്തിൽ നിങ്ങൾക്ക് ഭയമുണ്ടെങ്കിൽ, നിങ്ങൾ അവരെ വിട്ട് മറ്റേതെങ്കിലും സ്ത്രീകളെ വിവാഹം ചെയ്തോളൂ. ഫൈൻ ഹിഫ്തും അല്ലാ തഅദിലു, അവർക്കിടയിൽ ഭാര്യമാർക്കിടയിൽ തുല്യത, അവർക്കിടയിൽ നീതി, അക്കാര്യത്തിൽ നിങ്ങൾ ഭയപ്പെടുകയാണെങ്കിൽ, നീതി ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ ഭയപ്പെടുകയാണെങ്കിൽ, ഫവാഹിദത്തൻ ഒരാളെ മാത്രം വിവാഹം ചെയ്തോളൂ. ഔ മാ മലക്കത്ത് ഐമാനുക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ അടിമ സ്ത്രീകളെ, ഔ മാ മലക്കത്ത് ഐമാനുക്കും നിങ്ങളുടെ വലത് കൈകൾ ഉടമപ്പെടുത്തിയവർ എന്നാണ് അതിൻ്റെ ഭാഷാപ്രയോഗം. അടിമകളെക്കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ അടിമകളെ നിങ്ങൾ ഭാര്യയായിട്ട് സ്വീകരിച്ചോളൂ. ഔമാ മലക്കത്ത് ഐമാനുക്കും ദാലിക അദിന അല്ലാത്ത ഊലു, നിങ്ങൾ പരിധി വിട്ടു പോകാതിരിക്കാൻ, അനീതി ചെയ്യാതിരിക്കാൻ ഏറ്റവും നല്ലതതാണ് എന്ന് പറഞ്ഞാണ് അള്ളാഹു അവസാനിപ്പിക്കുന്നത്. ഒരുപാട് ധനമുള്ള യത്തീം കുട്ടികൾ, അവരെ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്ന ആളുകളുടെ വിഷയത്തിലാണ് ഈ ആയത്ത് അവതരിച്ചത് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. കുറേ ആളുകൾ അവരെ കല്യാണം കഴിക്കാൻ ഉദ്ദേശിച്ചിരുന്നു, ആ ധനമൊക്കെ കൈക്കലാക്കാൻ വേണ്ടി. അപ്പോൾ അള്ളാഹു പറയാണ്, നിങ്ങൾ അവരുടെ കാര്യത്തിൽ നീതി പുലർത്താൻ കഴിയുമെന്ന് തോന്നുന്നില്ലെങ്കിൽ, അതിൽ നിങ്ങൾക്ക് ഭയമുണ്ടെങ്കിൽ, നിങ്ങൾ അവരെ വിട്ടേക്കൂ, വേറെ ഏതെങ്കിലും സ്ത്രീകളെ നിങ്ങൾ വിവാഹം ചെയ്തോളൂ. അങ്ങനെ വിവാഹം ചെയ്യുമ്പോഴും ആ സ്ത്രീകൾക്കിടയിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഫെയർ ഡീലിംഗ്, ജസ്റ്റ് ഡീലിംഗ് സാധ്യമല്ലെങ്കിൽ, നിങ്ങൾ ഒരാളെ മാത്രം വിവാഹം ചെയ്തോളൂ. അതാണ് നിങ്ങൾ വഴിതെറ്റാതിരിക്കാൻ, അതിര് കവിയാതിരിക്കാൻ, അതുപോലെ അനീതിയിൽ ഏർപ്പെടാതിരിക്കാൻ ഏറ്റവും നല്ലത്. ബാക്കി ഭാഗം ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം വിശദീകരിക്കാം. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.